എന്തിനാണ് അച്ഛൻ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഞങ്ങളുടെ കൃഷിയെല്ലാം നഷ്ടത്തിലാണ്. ഇനി നമ്മൾ എന്തു ചെയ്യും? കൃഷി ലാഭകരമാക്കാൻ എന്താണ് പോംവഴി വിദ്യ? ഉണ്ട്, പോംവഴിയുണ്ട്. പോംവഴി ഉണ്ടെന്നേ. അവിടെ നിത്യ. റൈസോബിയം ബാക്ടർ. ഒന്ന് നിർത്തൂ. എന്തോന്ന് അസിറ്റോബിയം? ഞങ്ങളിവിടെ നിലയറിയാതെ നിൽക്കുമ്പോഴാണ് അസിറ്റോബാക്ടർ. അയ്യോ, റൈസോബാക്ടർ. റൈസോബിയം. അച്ഛാ, ഈ പയറിന്റെ വേരുകളിലുള്ള 2 ബാക്ടീരിയകളാണ് റൈസോബിയവും അസിറ്റോബാക്ടറും. ഈ സവിശേഷ ബാക്ടീരിയകൾ അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് നൈട്രജനെ വലിച്ചെടുത്ത് നൈട്രേറ്റുകളാക്കി മാറ്റുകയാണ് ഇവരുടെ പ്രധാന ജോലി. പയർചെടി ഈ നൈട്രേറ്റുകളെ എന്ത് ചെയ്യും? അങ്ങനെ സംഭരിക്കുന്ന നൈട്രേറ്റുകളെ ഇതാ വേരുകളിൽ സൂക്ഷിക്കുന്നു. വേരുകളിലെ തടിപ്പുകളെല്ലാം നൈട്രേറ്റുകളാണോ? ഹായ്, നല്ല രസം. എത്ര വേഗമാണ് നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റുന്നത്. എന്തിനാ അച്ഛാ വലിയ വില കൊടുത്ത് വളം വാങ്ങുന്നത്? ശരിയാ, ഇത് കൃഷി ചെയ്താൽ നമുക്ക് ഇരട്ടി ലാഭം കിട്ടും. വളത്തിന് വേറെ പണം ചെലവഴിക്കേണ്ട. ബാക്ടർ. റൈസോബിയം, റൈസോ. റൈസോബിയം. അസിറ്റോബാക്ടർ. നമ്മൾ രക്ഷപ്പെട്ടു. റൈസോബിയം. പയറിന്റെ വേരുകളിലുള്ള 2 ബാക്ടീരിയകളാണ് റൈസോബിയവും അസിറ്റോബാക്ടറും. ഇവ അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജനെ വലിച്ചെടുത്ത് നൈട്രേറ്റുകളാക്കി വേരിൽ സംഭരിക്കുന്നു.